നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഹൈക്കോടതി വടിയെടുത്തപ്പോൾ ബോബി ബേബിയായി, ശരവേഗത്തിൽ ജയിൽ വിട്ടിറങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. ജാമ്യം റദ്ദാക്കുമെന്ന പേടിയിൽ പിന്നെ പലവട്ടം മാപ്പു പറച്ചിൽ. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന ധാരണ വേണ്ടെന്ന് ഹൈക്കോടതി. നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി തറ പൊളിക്കും. കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി സ്റ്റേ ഇല്ല. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദ്യം. അന്വേഷണം തടയാനാവില്ലെന്നും കോടതി. പറഞ്ഞത് ആവർത്തിച്ചു മകൻ. പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. വനനിയമ ഭേദഗതി ഉപേക്ഷിച്ച സർക്കാർ മലയോര ജനങ്ങൾക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി. കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നും പിണറായി. നിലമ്പൂരിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും പിടിക്കാനായില്ല. കടുവ ഇന്നും ആടിനെ പിടിച്ചു. കാരണഭൂതന് പിന്നാലെ പിണറായി വിജയന് പുതിയ വായ്ത്തുപാട്ട്. ചെമ്പടയ്ക്ക് കാവലാളെന്ന് വിശേഷണം. ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലെ കേരളം നയിക്കയാ. ഗാനമൊരുക്കിയത് നാളത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിപാടിക്ക്. പാട്ട് കേട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുമടക്കി സമസ്തയിലെ ലീഗ് വിരുദ്ധർ. പാണക്കാട് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു. ഐക്യത്തിന് വേണ്ടിയെന്ന് വിശദീകരണം. അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കുടുക്കാൻ ബിജെപിയുടെ പുതിയ നീക്കം. മദ്യനയ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി. രാഷ്ട്രീയ നീക്കമെന്ന AP. കേന്ദ്ര നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ. വിശദമായി നോക്കാം. ജയിലിലെ നാടകീയ രംഗങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയുടെ ശക്തമായ താക്കീത്. എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ധാരണ വേണ്ടെന്നും കോടതിയോട് കളിക്കേണ്ടെന്നും ഹൈക്കോടതി ബോബിയെ താക്കീത് ചെയ്തു. ബോബി ചെമ്മണ്ണൂരിന്റെ നിരുപാധിക മാപ്പ് അംഗീകരിച്ച ഹൈക്കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. ജാമ്യം ലഭിച്ചതു മുതൽ തികച്ചും നാടകീയ രംഗങ്ങളാണ് എറണാകുളം ജില്ലാ ജയിലിന് മുന്നിൽ അരങ്ങേറിയിരുന്നത്. ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ നടപടികൾ കോടതി ശ്രദ്ധിച്ചതോടെ കാര്യങ്ങൾ ഗുരുതരമായി. അപകടം മണുത്ത ബോബിയും കൂട്ടരും ഉടനെ പുറത്തിറങ്ങാനുള്ള ശ്രമം തുടങ്ങി. ജയിലിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷമുള്ള പ്രസ്താവനയും വിവാദമായി. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. ഇതിനിടെ കേസ് 2 തവണ പരിഗണിച്ച ഹൈക്കോടതി കടുത്ത വിമർശനമുയർത്തി. ഒരു വേള ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ നാടകമെന്നും നീതിന്യായ വ്യവസ്ഥയോടും ഹൈക്കോടതിയോടും വേണ്ട എന്നും ഹൈക്കോടതിയോട് യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ബോബി ചെയ്തതെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കുറ്റപ്പെടുത്തി. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന ധാരണ വേണ്ട. നീതിന്യായ വ്യവസ്ഥയെ മാത്രമല്ല
തനിക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചതെന്നും കൃത്യമായ മറുപടി ഇതിൽ വേണമെന്നും ഹൈക്കോടതി കർശന നിലപാടെടുത്തതോടെ സംഭവിച്ചു പോയ കാര്യങ്ങളിൽ ദുഃഖമുണ്ടെന്ന് നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് മാപ്പപേക്ഷ സ്വീകരിച്ച ഹൈക്കോടതി മുൻ നിലപാടിൽ അയവ് വരുത്തി ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടികൾ അവസാനിപ്പിച്ചു. കോടതിയുടെ ഇടപെടൽ മൂലം ജയിലിൽ നിന്ന് ഇന്ന് രാവിലെ തിടുക്കത്തിൽ പുറത്തിറങ്ങിയതോടെ ബോബിക്ക് സ്വീകരണം നൽകാനെത്തിയവർ പെരുവഴിയിലായി. കൊണ്ടുവന്ന പടക്കവും പോലീസ് പിടിച്ചെടുത്തു. പിന്നെ പോലീസുമായി വാക്കേറ്റം നടത്തി അവർ മടങ്ങി. അദ്ദേഹം ജാമ്യം കിട്ടിയിട്ട് അവിടെ ജയിലിൽ കിടന്നാണ് ഞങ്ങൾ കിടന്നോളാം. ആയിക്കോട്ടെ, അടുത്തൊരു കേസൂടെ ആയിക്കോട്ടെ. ഞങ്ങളുടെ പ്രസിഡന്റ് സ്വാഗതം ഇദ്ദേഹം ഉൾപ്പെടെ ജയിലിൽ കിടന്നോളാം. ഞങ്ങൾ റിമാൻഡിൽ പോകാൻ തയ്യാറാ. ഞങ്ങൾ പൊട്ടിച്ചിരിക്കും. ന്യൂസ് 18 കൊച്ചി. ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെ ഓടിച്ച് ജയിലിന് പുറത്തിറക്കിയ കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. ജാമ്യം റദ്ദാക്കുമെന്ന പേടിയിൽ എല്ലാവരോടും മാപ്പോട് മാപ്പിരുന്ന് ബോബി ചെമ്മണ്ണൂർ. ആ നാടകത്തിലേക്ക്. രംഗം 1. ചൊവ്വാഴ്ച രാത്രി കോടതി ജാമ്യം അനുവദിച്ചിട്ടും രേഖകൾ ഹാജരാക്കി ജയിലിൽ നിന്നിറങ്ങാതെ ബോബി ചെമ്മണ്ണൂർ. ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാനാവാത്ത സഹതടവുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജയിലിൽ തുടരുന്നതെന്ന സന്ദേശം ഫാൻസിനും PR ഏജൻസിക്കും നൽകുന്നു. സമൂഹമാധ്യമങ്ങളിൽ ബോബിയെ വീരപുരുഷനാക്കി പ്രചാരണം. രംഗം 2. ബുധനാഴ്ച രാവിലെ ഹൈക്കോടതി ചേരുന്നു. ഇതിനോടകം വലിയ വാർത്തയായ ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസത്തെക്കുറിച്ച് ആരായാൻ അഭിഭാഷകനെ വിളിപ്പിക്കുന്നു. അപകടം തിരിച്ചറിഞ്ഞ അഭിഭാഷക സംഘം മിനിറ്റുകൾക്കുള്ളിൽ രേഖകൾ ജയിലിലേക്ക്. കടലാസുകൾ ഹാജരാക്കിയ ബോബിയെ പുറത്തിറക്കുന്നു. രേഖകൾ കിട്ടാൻ താമസിച്ചതുകൊണ്ടാണ് വൈകിയതെന്ന് അഭിഭാഷകന്റെ വാദം. ഇന്നലെ നമുക്ക് കോടതിയുടെ നടപടിയെല്ലാം കഴിഞ്ഞ് ഉത്തരവ് കൈ കിട്ടി. നമ്മളത് ഇവിടേക്ക് വരുമ്പോഴത്തേനും അവരുടെ ഔദ്യോഗികമായ സമയം കഴിഞ്ഞു. അപ്പം പിന്നെ നമ്മൾ അനർഹമായ രീതിയിൽ ഇറങ്ങണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് തന്നെ 9 മണിക്ക് 9:15 നമ്മളിവിടെ ഓർഡർ എത്തിച്ചു. രംഗം 3. പുറത്തിറങ്ങിയ ബോബി തലേന്നത്തെ തിരക്കഥാവാചകം മാധ്യമങ്ങളോട്. ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി. ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല, ബോച്ച ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ? എന്ത് നാടകം? കുറച്ച് പേർക്ക് വൈഫില്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി രംഗം 4. കോടതി മറുപടി നൽകിയ അവസാന സമയമായ 12 മണിക്ക് തന്നെ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ച ബോബി ചെമ്മണ്ണൂർ. രംഗം 5. കളിച്ചാൽ ജാമ്യം റദ്ദാക്കാനും മടിക്കില്ലെന്ന കോടതി ചെറുതായൊന്ന് വിരട്ടിയതോടെ വാർത്താ സമ്മേളനം 4 മണിയിലേക്ക് മാറ്റി. രംഗം 6. ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. നിരുപാധികം മാപ്പു പറയുന്നു. വാർത്താ സമ്മേളനം മാറ്റിവെച്ചതായും ബോബി. 24 മണിക്കൂർ നീണ്ടുനിന്ന നാടകങ്ങൾക്ക് തൽക്കാലം വിടാം. പുറത്തിറങ്ങാനെത്തിയ ഫാൻസും അതുവഴി പോയി. ഇനി കാത്തിരിക്കാം പുതിയ നാടകമുണ്ടെങ്കിൽ അതിനായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തത് നടിയുടെ നടപടി മാതൃകാപരമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കോടീശ്വരനായ വ്യാപാരിക്കെതിരെ എടുത്ത നടപടി സമൂഹത്തിൽ നൽകുന്നത് നല്ല സന്ദേശമാണെന്നും സതീദേവി പറഞ്ഞു. വനം നിയമ ഭേദഗതിയുമായി മുന്നോട്ടു പോകില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി, ഭേദഗതി ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ചതാണ്. നേരത്തെ തയ്യാറാക്കിയ ഭേദഗതികൾ വനം വകുപ്പ് കൊണ്ടുവരികയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ജനങ്ങൾക്കെതിരായ ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിക്കില്ലെന്ന് വനം മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വലിയ ആശങ്കകൾ ഉയർന്നു വന്നു. അതുകൊണ്ടാണിപ്പോൾ നടപ്പാക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ ഈ പുതിയ ഭേദഗതികളെന്ന തരത്തിലല്ല വന്നത്. നേരത്തെ തയ്യാറാക്കിയ ഒരു ഭേദഗതി അതേ രീതിയിൽ കൊണ്ടുവരുന്നൊരു നിലയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇത് ഒരു തരത്തിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകില്ല. ജനങ്ങളോടൊപ്പമായിരിക്കും സർക്കാർ. എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു വന്നു. അത്തരം ആശങ്കകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പം തന്നെ ഇത് നടപ്പാക്കണം എന്നൊരു വാശി പിടിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഘട്ടത്തിൽ അത് തുടരേണ്ടതില്ല എന്ന നിലപാട് എടുക്കുന്നത്.
നിലമ്പൂർ മൂത്തേടത്ത് കാടിനുള്ളിൽ വെച്ചുണ്ടായ കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയാണ് മരിച്ചത്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്ഥലത്ത് പ്രതിഷേധിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി പ്രദേശവാസികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം തുടർ നടപടികൾക്ക് വിട്ടുകൊടുത്തത്. രാവിലെ 11 മണിയോടെയാണ് സരോജിനി പോത്തുകളെ മേയ്ക്കാൻ കാടിനുള്ളിലേക്ക് പോയത്. കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽപ്പെട്ട സരോജിനിയെ മോഴയാന ആക്രമിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സരോജിനി മരിച്ചു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് UDF BJP നേതാക്കൾ സ്ഥലത്ത് പ്രതിഷേധം തുടങ്ങി. കലക്ടറോ സബ് കളക്ടറോ നേരിട്ടെത്തി പ്രശ്നപരിഹാരം ഉറപ്പുവരുത്തും വരെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. 3 മണിയോടെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഉച്ചക്കുളം നഗറിലെത്തി. പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പുകൊടുത്ത ശേഷമാണ് മൃതദേഹം നടപടികൾക്ക് വിട്ടുകൊടുത്തത്. ഫെൻസിംഗ്, ട്രെഞ്ചിംഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും സരോജിനിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. So after discussion with all the people here, all the tribal people, ward members and other people who were present here, we have noted down few points that require immediate intervention. The first demand of people is regarding fencing requirement, as there are residential houses here and there is always this chance of attack from wild animals, and from DFO also we have discussed, and as soon as possible this fencing requirement is the first priority. Second, there is a trench already made here, but it requires maintenance. That work will be done. തുടർന്ന് 4:30യോടെയാണ് സരോജിനിയുടെ മൃതദേഹവുമായി ആംബുലൻസ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടത്. സരോജിനിയുടെ സംസ്കാരം നാളെയാണ്. ന്യൂസ് 18 മലപ്പുറം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ വെടിയുണ്ടേറ്റതുപോലെ മുറിവുമായി കാട്ടാന. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏഴാറ്റുമുഖം മേഖലയിൽ 2 ദിവസമായി കാണപ്പെടുന്ന കാട്ടാനയുടെ മസ്തകത്തിലാണ് മുറിവുള്ളത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ നേരം മണ്ണ് വാരി മസ്തകത്തിലേക്ക് എറിഞ്ഞതോടെയാണ് മുറിവ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുറിവ് ആനയുടെ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. വയനാട് പുൽപ്പള്ളിയിലെ വിറപ്പിക്കുന്ന കടുവ വീണ്ടും കാണാമറയത്ത്. RRT സംഘം കടുവയുടെ തൊട്ടടുത്തെത്തിയിട്ടും അവസാന നിമിഷം ദൌത്യം പരാജയപ്പെടുകയായിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ 5 ആടുകളെയാണ് ഇതുവരെ കടുവ കൊന്നത്. തെരച്ചിൽ ഊർജിതമായി തുടരുമ്പോഴും വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് പതിവാക്കിയിരിക്കുകയാണ് കടുവ. ഇന്നലെ അർദ്ധരാത്രി തൂപ്ര അങ്കണവാടിക്ക് സമീപം ചന്ദ്രന്റെ ആടിനെ കടുവ കൊന്നു. ഇതോടെ കടുവ കൊന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 5 ആയി. ഈ ന്യൂസിൽ ഇങ്ങനെ അമരക്കുഞ്ഞീത്തെ എഴുതി കാണിക്കുന്നതാണ്. ഞാൻ ന്യൂസ് എന്തായിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 11:45 അപ്പോഴാണ് പെട്ടപ്പെട്ടേന്ന് ഒച്ച ഇട്ടിട്ട് ചാടി എണീപ്പ് ചേട്ടൻ വാതില് ഇത് ജനല് തുറന്നപ്പോഴേനും ഓടുന്ന കണ്ടു. ചേട്ടൻ കണ്ടു. ഞാനിവിടുന്ന് എണീറ്റ് ഓടി വന്ന വാതില് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴും വാതില് തുറക്കല്ലേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മെമ്പറെ വിളിച്ച് അനിയന്മാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ മെമ്പർ പറഞ്ഞ് പുറത്തിറങ്ങല്ലേ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അപ്പൊ തന്നെ എത്തി. കടുവ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് RRT സംഘം ചന്ദ്രന്റെ വീടിനുള്ളിൽ നിലയുറപ്പിച്ചു. 4 മണിയോടെ കടുവ വീണ്ടും വീടിനടുത്തെത്തിയെങ്കിലും മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ രക്ഷപ്പെട്ടു. കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കൂടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. എന്നാലും നമ്മൾ ഇനിയും ഈ ശ്രമങ്ങൾ തുടരുന്നതാണ്. തൂപ്രയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ആടിക്കൊല്ലി വെള്ളക്കെട്ടിൽ പുല്ലരിയാൻ തോട്ടിലിറങ്ങിയ നാട്ടുകാർ കടുവയെ കണ്ടു. ഞങ്ങളിവിടെ പുല്ലരിയായിരുന്നു. ഈ സൈഡിൽ കൂടെയാണ് കടുവ ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ കൊല്ലിലേക്ക് ഇറങ്ങി സൈഡ് പിന്നെ ഒരു കൊല്ലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും പറമ്പ് തന്നെയാണ്. റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കണ്ടപ്പോ നേരിട്ട് കണ്ടപ്പോ ഒരു ഭയം തോന്നി. പെട്ടെന്ന് ഇതായിപ്പോയി, ഷോക്കായിപ്പോയി. എങ്ങനെയുണ്ട് അതിന്റെ ഒരു സൈസ് ഒരു മീഡിയം സൈസ് ഉള്ളൂ. പിന്നെ സ്ലോവിലാണ് നടന്നു പോയത്. അധികം വലിപ്പമില്ല. അതൊരു ആരോഗ്യമില്ലാത്തൊരു ഇതിലാണ് ഉള്ളത്. വിവരമറിഞ്ഞ് RRT സംഘം കവുങ്ങുതോട്ടം വളഞ്ഞു. മയക്കുവെടിക്കായി വിദഗ്ധർ തയ്യാറായി. സമീപ പ്രദേശങ്ങളിൽ നിന്നും നാട്ടുകാരെയും ഒഴിപ്പിച്ചു. 2 മണിക്കൂർ തെരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇര പിടിക്കുന്നുവെങ്കിലും ഭക്ഷിക്കാനാവാത്തതിനാൽ അവശ നിലയിലാണ് കടുവയെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇര പിടിക്കാനുള്ള ശേഷി കുറവായതുകൊണ്ട് കാട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതകൾ കുറവാണെന്നും വിലയിരുത്തപ്പെടുന്നു. ദൌത്യം ഊർജിതമായി തുടരുമ്പോഴും കടുവ ആടുകളെ വകവരുത്തുന്നത് ആവർത്തിക്കുകയാണ്. ഉടൻ കടുവയെ പിടികൂടാനായില്ലെങ്കിൽ വമ്പൻ പ്രതിഷേധത്തിനാവും വയനാട് സാക്ഷ്യം വഹിക്കുക. പുൽപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം
MS അനീഷ് കുമാർ, ന്യൂസ് 18. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വിവാദമായ സമാധിത്തറ നാളെ പൊളിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുക. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ സമാധിത്തറയ്ക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കുന്നിടത്ത് വെച്ച് നടക്കും. നേരത്തെ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതേസമയം അച്ഛന്റേത് മരണമല്ല, സമാധിയെന്ന് ആവർത്തിച്ച് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ വീണ്ടും രംഗത്തെത്തി. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവില്ലേ? അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പ്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ്, ഈ ഇപ്പോ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില്, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം? ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ വിവാദമായ സമാധി അത് പൊളിച്ചാൽ മാത്രമേ അതിൽ ഈ മക്കൾ പറയുന്നത് പോലെ പിതാവ് സമാധിയായി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ അറയിൽ മൃതദേഹമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അത് പൊളിച്ചേ മതിയാകുള്ളൂ. പോലീസിനെ സംബന്ധിച്ച് എന്തായാലും ഈ വിഷയത്തിൽ നെല്ലും പതിരും തിരിക്കാൻ വലിയ വെല്ലുവിളിയായിരിക്കുന്ന സാഹചര്യമാണ്. നാളെ എന്തായാലും ഈ വിവാദമായ സമാധി തറ പൊളിക്കുമെന്നാണോ അറിയാൻ സാധിക്കുന്നത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. ഈ സമാധി സ്ഥലത്തിന്റെ അളവെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ RDOയുടെ നേതൃത്വത്തിലുള്ള സംഘം പൂർത്തിയാക്കിയതാണ്. കനത്ത പോലീസ് സുരക്ഷ അന്നു മുതൽ ഈ സ്ഥലത്ത് നിലനിൽക്കുന്നുമുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ടർപോളിൻ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കുന്ന ഇടത്ത് ഈ സമാധി സ്ഥലം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തരത്തിൽ ഇത് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയതിന് പിന്നാലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളടക്കം ഇവിടേക്ക് ഈ സമാധി സ്ഥലം കാണുന്നതിന് വേണ്ടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തടസ്സമാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് നാളെ ഈ ഭാഗങ്ങളിലേക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദർശകരെ ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് കടത്തിവിടുകയില്ല എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഹൈക്കോടതി വിധി അനുകൂലമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ സംഘടനകൾ ഉൾപ്പെടെ സമീപനം പാലിച്ച് പോലീസിന്റെ നടപടികളോട് സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം നാളെ തന്നെ രാവിലെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. UGC ചട്ട ഭേദഗതിയുടെ കരട് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി. വേണ്ടപ്പെട്ടവരെ കൊണ്ടിരുത്താനുള്ള കേന്ദ്രത്തിന്റെ വളഞ്ഞ വഴിയാണിത്. സംസ്ഥാനത്തിന്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല. BJP ഇതര മുഖ്യമന്ത്രിമാരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്രത്തിന് കത്തെഴുതിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും വാഴ്ത്തുപാട്ട്. പിണറായി വിജയനെ കാവലാളും ഫീനിക്സ് പക്ഷിയുമായി വിശേഷിപ്പിക്കുന്ന ഗാനമെഴുതിയത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ പൂവത്തൂർ ചിത്രസേനനാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പാടാനാണ് ഈ ഗാനം തയ്യാറാക്കിയത്. പിണറായി വിരുദ്ധ ട്രോളന്മാർക്ക് കാരണഭൂതൻ എന്ന പദം സംഭാവന ചെയ്തത് ഈ മെഗാ തിരുവാതിരയാണ്. ട്രോളന്മാർ മാത്രമല്ല, പിന്നെ പ്രതിപക്ഷവും പലപ്പോഴും മുഖ്യമന്ത്രിയെ കാരണഭൂതനെന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു മെഗാ തിരുവാതിര. വ്യക്തിപൂജയ്ക്കെതിരെ പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ തിരുവാതിര രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ വാഴ്ത്തുപാട്ടിന്റെ പ്രായോജകർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ്. ശക്തമായ മർദ്ദനം
വനിതകളെ അണിനിരത്തിയുള്ള പ്രത്യേക കലാരൂപമായാകും ഇത് നാളെ അവതരിപ്പിക്കുക. പരിശീലനം തകൃതിയായി പുരോഗമിക്കുന്നു. വിവാദമായ പശ്ചാത്തലത്തിൽ ഇതിന് മുഖ്യമന്ത്രി അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. തന്നെക്കുറിച്ചുള്ള കാവലാൾ പാട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വല്ലാതെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം പുകഴ്ത്തുന്നത് അസ്വാസ്ഥ്യമുണ്ടാക്കും. ഏതായാലും വ്യക്തിപൂജയ്ക്ക് നിന്ന് കൊടുക്കുന്നവരല്ല തങ്ങളെന്നും അതുവഴി ആർക്കും ഒന്നും നേടാൻ കഴിയില്ല എന്നും പിണറായി വിജയൻ. ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ വ്യവസായ മന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് 10 കോടി അനുവദിച്ച് സർക്കാർ. വ്യവസായ മന്ത്രി പി രാജീവും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘമാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് യാത്ര. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ചെലവ് ചുരുക്കൽ, വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ അവസ്ഥയാണിത്. അഭിമാന പദ്ധതികൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ സർക്കാർ പാടുപെടുന്നു. എന്നാൽ ചില കാര്യങ്ങൾക്ക് ചെലവാക്കുന്നതിന് ഒരു മടിയുമില്ല, നിയന്ത്രണവുമില്ല. വ്യവസായ മന്ത്രി പി രാജീവ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരടക്കം 9 പേരാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും സ്വിസ് യാത്രയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മാസം 20 മുതൽ 25 വരെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് യാത്ര. വേൾഡ് എക്കോണമി ഫോറം ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരിക്കെ ചീഫ് സെക്രട്ടറി അടക്കം 5 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് പോകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. സാമ്പത്തിക ഫോറത്തിൽ 50 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സ്റ്റാൾ ക്രമീകരിക്കുന്നുണ്ട്. ഇതിനായാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നത് എന്നാണ് സർക്കാർ വിശദീകരണം. 25 ലക്ഷം രൂപയ്ക്ക് മേൽ പിൻവലിക്കാനുള്ള ട്രഷറിയിലെ നിയന്ത്രണത്തിൽ നിന്നും പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും യാത്രാ ചെലവിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. യാത്രാ ചെലവിനുള്ള പണം മുൻകൂറായി കൈപ്പറ്റാനും അനുമതിയുണ്ട്. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം, മീഡിയ തുടങ്ങിയ ചെലവുകൾക്കാണ് 10 കോടി. ന്യൂസ് 18 തിരുവനന്തപുരം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിനായി വീണ്ടും CPMന്റെ പണപ്പിരിവ്. 2 കോടിയോളം രൂപ സമാഹരിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായി നിയമപോരാട്ടം നടത്താനാണ് വീണ്ടും CPMന്റെ പണപ്പിരിവ്. പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാകും പിരിവ്. ഒരാൾ കുറഞ്ഞത് 500 രൂപ നൽകണം. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും മറ്റു ജോലിയുള്ളവരും 1 ദിവസത്തെ ശമ്പളം നൽകണം. പ്രത്യേക ഫണ്ട് എന്ന പേരിലാണ് പിരിവ്. 2 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ജില്ലയിൽ 28,970 അംഗങ്ങളാണ് CPMനുള്ളത്. ഓരോ ബ്രാഞ്ചിനും കോട്ട നിശ്ചയിച്ചാണ് പിരിവ്. ഈ മാസം അവസാനത്തോടെ പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശം. ആളുകളെ കൊല്ലുന്നതും നിയമസഹായത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതും CPM കുലത്തൊഴിലായി മാറ്റിയിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത് ഒരു കുലത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. ആളുകളെ കൊല്ലുക, അവർക്ക് നിയമസഹായം കൊടുക്കുക, അവരെ ജയിലിൽ സംരക്ഷിക്കുക, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക. പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈമുതൽ. പെരിയ കേസിന് വേണ്ടി 2ാം തവണയാണ് CPMന്റെ ഫണ്ട് സമാഹരണം. 2021 ആദ്യം. പാർട്ടി ഓഫീസ് നവീകരണം എന്ന പേരിലായിരുന്നു അന്നത്തെ പിരിവ്. പെരിയ കല്ലിയോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികളെ CBI കോടതി ജീവപര്യന്തം തടവിനും മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെ 5 വർഷം തടവിനുമാണ് ശിക്ഷിച്ചത്. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്ന് 5 വർഷം ശിക്ഷ ലഭിച്ച 4 നേതാക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രതികളുടെ വീട് സന്ദർശിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി അംഗങ്ങൾക്ക് പണം പിരിക്കാനായി നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതകം നടത്തിയ പ്രവർത്തകർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന CPM അന്തർദേശീയ തീവ്രവാദികളെക്കാൾ മോശമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ജനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയെയും CPM വെല്ലുവിളിക്കുന്നു. CPMന് വേണ്ടി കൊല്ലാനിറങ്ങുന്നവരെ സംരക്ഷിക്കാൻ പാർട്ടി എന്തും ചെയ്യും. പണപ്പിരിവ് CPMന്റെ സ്ഥിരം പരിപാടിയാണെന്നും അഭിമന്യുവിന് വേണ്ടി പണം പിരിച്ചിട്ട് 3-1 പോലും കുടുംബത്തിന് കിട്ടിയില്ല എന്നും സതീശൻ ആരോപിച്ചു. പെരിയ കേസ് നടത്തിപ്പിനായി CPM പണപ്പിരിവ് നടത്തുന്നുണ്ടെന്ന ആരോപണം നിഷേധിച്ച് CPM ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ. ജില്ലാ സമ്മേളനങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് പിരിവെന്നാണ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിശദീകരണം.
സാദിഖ് അലി തങ്ങളെക്കുറിച്ചുള്ള പ്രസംഗത്തിലെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച സമസ്ത നേതാക്കൾ. പാണക്കാട്ടെ ചർച്ചയിലെ തീരുമാനമാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നും ഐക്യത്തിനു വേണ്ടിയാണ് ഖേദപ്രകടനമെന്നുമായിരുന്നു വിശദീകരണം. പാണക്കാട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമസ്ത നേതാക്കൾ പ്രതികരിച്ചത് നീതിപൂർവമായിരുന്നില്ല എന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിമർശനത്തിന് മറുപടിയായാണ് വാർത്താക്കുറിപ്പ്. ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ എന്ന തലക്കെട്ടിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, SYS സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, SKSSF സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ എന്നിവരുടെ പേരിലായിരുന്നു വാർത്താക്കുറിപ്പ്. പാണക്കാട്ടെ ചർച്ചയിലെ തീരുമാനമാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഐക്യത്തിനു വേണ്ടി ഖേദപ്രകടനം നടത്തുകയാണെന്നും നേതാക്കൾ അറിയിച്ചു. ചില പരാമർശങ്ങളിൽ സാദിഖ് അലി തങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വിശദമായി സംസാരിച്ച് പരിഹരിച്ചതും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കപ്പെട്ടതുമാണ്. എന്നാൽ സംഘടനയ്ക്കകത്തും സമുദായത്തിനകത്തും ഒരുമ അനിവാര്യമാണെന്നതിനാൽ വിട്ടുവീഴ്ചയ്ക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണെന്നും നേതാക്കൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. യോഗത്തിൽ ധാരണയായ പ്രകാരം തുടർ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. വാർത്താക്കുറിപ്പിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പുറത്തുവിട്ട ഈ ഖേദപ്രകടനം ലീഗ് നേതാക്കളും സമസ്തയിലെ ലീഗ് അണികളും സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. തിരിച്ചെത്താൻ വളരെ വേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഡൽഹി മദ്യനയ കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. ED നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ ശുപാർശയ്ക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. ഹൈക്കോടതിയിൽ നിന്ന് കെജ്രിവാളിന് അനുകൂല ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് വിചാരണ നടപടികൾ നിർത്തിവച്ചിരുന്നു. മുൻകൂട്ടി അനുമതി വാങ്ങാതെയാണ് വിചാരണയ്ക്കുള്ള ED നീക്കമെന്നും ഇത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ അനുകൂല വിധി സമ്പാദിച്ചത്. ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതോടെ വിചാരണയ്ക്കുള്ള തടസ്സം നീങ്ങും. മദ്യക്കമ്പനികളിൽ നിന്ന് 100 കോടി രൂപ കോഴ വാങ്ങിയെന്നും ഇത് ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നുമാണ് EDയുടെ വാദം. കേസിൽ ആദ്യം EDയും പിന്നീട് CBIയും അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ കഴിഞ്ഞ സെപ്റ്റംബർ 14 മുതൽ ജാമ്യത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിചാരണയ്ക്ക് അനുമതി നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. 10 വർഷമായി ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ മദ്യനയ അഴിമതി കേസും നേതാക്കളുടെ അറസ്റ്റും അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് BJP. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കരസേനാ ദിനത്തിൽ ചരിത്രം കുറിച്ച രാജ്യം 2 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്തു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപ്പലുകൾ രാജ്യത്തിന് സമർപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി. രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളുടെ സുരക്ഷ അതിശക്തമാക്കുന്നതിന് 3 യോദ്ധാക്കളാണ് ഇന്ന് സേനയുടെ ഭാഗമായത്. ഇന്ത്യ പ്രാദേശികമായി തയ്യാറാക്കിയ 2 യുദ്ധക്കപ്പലുകൾക്ക് പുറമെ ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും നീരണിഞ്ഞു. നീൽഗിരി, സൂറത്ത് എന്നിവയാണ് യുദ്ധക്കപ്പലുകൾ. വാഗ്ഷീർ ആണ് കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി. അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച യുദ്ധക്കപ്പലുകളാണ് നീൽഗിരിയും സൂറത്തും. പ്രൊജക്ട് 17 A ക്ലാസ് യുദ്ധക്കപ്പൽ വിഭാഗത്തിലുള്ളതാണ് നീൽഗിരി. പ്രൊജക്ട് 75ന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അവസാനത്തെ അന്തർവാഹിനിയായ വാഗ്ഷീർ സ്കോർപിയൻ വിഭാഗത്തിലുള്ളതാണ്. 23,562 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. പ്രതിരോധ മേഖലയിലെ നിർണായക ചുവടുവെപ്പെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ സൈനിക കരുത്ത് വീണ്ടും ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു. വിവിധ സേനാ മേധാവികളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പൂർണ്ണമാകുന്നു ലൈവ് at 6. ഇനി ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യാർ ദേവൻ ചേരും. നമസ്കാരം.